എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ വളരെ പ്രധാന ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. വയോധികർ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് പരിഹാരം കാണുക, അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സല്ലാപം. വയോധികർ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് പരിഹാരം കാണുക, അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് സല്ലാപം. ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? അലിയ CX-300. ബീറ്റ ടെക്നോളജീസ് വികസിപ്പിച്ച അലിയ CX-300 എന്ന വിമാനമാണ് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദിയായിരുന്നത് ഹേഗ്. നെതർലൻഡ്സിലെ ഹേഗ് ആയിരുന്നു 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, തുർക്കിയിലെ അങ്കാറയിലാണ് 2026 നാറ്റോ ഉച്ചകോടി നടക്കുന്നത്. ആഴക്കടൽ പര്യവേഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യുദ്ധക്കപ്പൽ INS നിസ്താർ. INS നിസ്താർ എന്ന യുദ്ധക്കപ്പലാണ് ആഴക്കടൽ പര്യവേഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ യുദ്ധക്കപ്പൽ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? യാക്തൻ. സിക്കിമിലെ യാക്തനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഡോക്ടർ MS സ്വാമിനാഥനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കർഷക ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാനമാണ്. രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത് കൊച്ചി. കൊച്ചിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ന്യൂറോ ഡൈവേഴ്സിറ്റി കോ വർക്കിംഗ് സ്പേസ് നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ IAUവിൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അശ്വിൻ ശേഖർ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ്റെ ഉൽക്കാപഠന നേതൃസമിതിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അശ്വിൻ ശേഖർ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത് സൊണാലി മിശ്ര. സൊണാലി മിശ്രയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നിയമിതയായത്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് സേത്ത്. അഭിജിത്ത് സേത്താണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ നിതിൻ ഗുപ്ത. നിതിൻ ഗുപ്തയാണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പുതിയ ചെയർമാൻ. LICയുടെ പുതിയ CEO ആർ ദൊരൈസ്വാമി. ആർ ദൊരൈസ്വാമിയാണ് LICയുടെ പുതിയ CEO. കേരളത്തിൽ ആദ്യമായി കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം നിലവിൽ വരുന്ന റെയിൽപാത എറണാകുളം സൗത്ത് ഷൊർണൂർ ജംഗ്ഷൻ. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ റെയിൽപാതയിലാണ് കേരളത്തിൽ ആദ്യമായി കവച് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം നിലവിൽ വരുന്നത്.
2025 ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് SBI. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 2025 ലോകത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കായി ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത്. ലോകത്തിലാദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻറം, മേഘാലയയിലെ മൗസിൻറമിലാണ് ലോകത്തിലാദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വരുന്നത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായി നിയമിതനായത് K. മധു. സംവിധായകൻ K. മധു ആണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായി നിയമിതനായത്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് പ്രൊഫസർ ഉമ കാഞ്ചിലാൽ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് പ്രൊഫസർ ഉമ കാഞ്ചിലാലാണ്. കാനഡയുടെ വിദേശകാര്യമന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ അനിത ആനന്ദ്. അനിത ആനന്ദാണ് കാനഡയുടെ വിദേശകാര്യമന്ത്രിയായി നിയമിതയായ ഇന്ത്യൻ വംശജ. കശ്മീർ പോലുള്ള നിർണായക അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഇന്ത്യ ഉപയോഗിക്കുന്ന തദ്ദേശീയ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ റിസാറ്റ്, കാർട്ടോസാറ്റ്. റിസാറ്റ്, കാർട്ടോസാറ്റ് സീരീസിൽപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് കശ്മീർ പോലുള്ള നിർണായക അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഇന്ത്യ ഉപയോഗിക്കുന്ന തദ്ദേശീയ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കുവാനും ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി പ്രത്യാശ. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാക്കാനും ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി. പുന്നയൂർക്കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ 2025 മാധവിക്കുട്ടി അവാർഡ് ജേതാവ് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് പുന്നയൂർക്കുളം സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ 2025 മാധവിക്കുട്ടി അവാർഡ് ലഭിച്ചത്. മരണവംശം എന്ന നോവലിൻ്റെ രചയിതാവ് PV ഷാജികുമാർ. PV ഷാജികുമാറിൻ്റെ രചനയാണ് മരണവംശം എന്ന നോവൽ. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ എറണാകുളം ജില്ലയിലെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള ഒരു മൊബൈൽ ഹെൽത്ത് കെയർ സംരംഭം ബന്ധു ക്ലിനിക്. ലോകാരോഗ്യ സംഘടന WHO പട്ടികയിലിടം നേടിയ എറണാകുളം ജില്ലയിലെ കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള മൊബൈൽ ഹെൽത്ത് കെയർ സംരംഭമാണ് ബന്ധു ക്ലിനിക്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം റോട്ടർഡാം. നെതർലൻഡ്സിലെ റോട്ടർഡാമാണ് 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഹിൽകോൾ BBV131 എന്നും അറിയപ്പെടുന്ന ഹിൽകോൾ വാക്സിനാണ് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ. 3D വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി HP-യുമായി സഹകരിച്ച് ഗൂഗിൾ ആരംഭിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഗൂഗിൾ ബീം. 3D വീഡിയോ കോളുകൾ സാധ്യമാക്കുന്നതിനായി HP-യുമായി സഹകരിച്ച് ഗൂഗിൾ ആരംഭിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ബീം. ഉല്ലാസ് നവ്ഭാരത് സാക്ഷരതാ കാര്യക്രം എന്ന രാജ്യവ്യാപകമായ ഒരു സംരംഭത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സാക്ഷരത നേടിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം മിസോറാം. മിസോറാമാണ് ഉല്ലാസ് നവ്ഭാരത് സാക്ഷരതാ കാര്യക്രം എന്ന രാജ്യവ്യാപകമായ ഒരു സംരംഭത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സാക്ഷരത നേടിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ആർട്ടിക്കിൾ 21.
ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്ര. നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ പിന്നിട്ട ആദ്യത്തെ ഇന്ത്യൻ താരം. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയ ബ്രസീലിയൻ മൈക്രോബയോളജിസ്റ്റ് മരിയൻഗെല ഹംഗ്രിയ. മരിയൻഗെല ഹംഗ്രിയയാണ് 2025 ലോക ഭക്ഷ്യ പുരസ്കാരം നേടിയ ബ്രസീലിയൻ മൈക്രോബയോളജിസ്റ്റ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ബയോപിക് കലാം ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. കലാം ദി മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ബയോപിക്. ധനുഷാണ് കലാമിനെ അവതരിപ്പിക്കുന്നത്. സംവിധാനം ചെയ്യുന്നത് ഓം റൌത്ത്. ലോകത്തിലാദ്യമായി ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ചൈന. ചൈനയാണ് ലോകത്തിലാദ്യമായി ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ. ശശി തരൂരിൻ്റെ രചനയാണ് അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകം. 2025 കാൻ ആർട്ട് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കലാകാരി അനഘ നായർ. അനഘ നായറാണ് 2025 കാൻ ആർട്ട് ബിനാലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി കലാകാരി. പുരാതന സമുദ്ര വ്യാപാര കപ്പലിൻ്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ INSV കൗണ്ടിന്യ. INSV കൗണ്ടിന്യയാണ് പുരാതന സമുദ്ര വ്യാപാര കപ്പലിൻ്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന നിർമ്മിച്ച കപ്പൽ. എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ 5ാമത്തെ വ്യക്തിയുമായി മാറി ചരിത്രം സൃഷ്ടിച്ചത് ചോൻസിൻ ആങ്മോ. ചോൻസിൻ ആങ്മോയാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ 5ാമത്തെ വ്യക്തിയുമായി മാറി ചരിത്രം സൃഷ്ടിച്ചത്. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S. ഹരീഷിൻ്റെ നോവൽ പട്ടുനൂൽ പുഴു. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിൽ മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം S. ഹരീഷിനാണ് ലഭിച്ചത്. നോവൽ പട്ടുനൂൽ പുഴു. മലയാള നടൻ ബഹദൂറിൻ്റെ 25ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പുറത്തിറക്കിയ ഫോണ്ട് അഥവാ ലിപി ബഹദൂർ ഫോണ്ട്. മലയാള നടൻ ബഹദൂറിൻ്റെ 25ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം പുറത്തിറക്കിയ ഫോണ്ടാണ് ബഹദൂർ ഫോണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ചിറയൻകീഴും വടകരയും. ചിറയൻകീഴ്, വടകര റെയിൽവേ സ്റ്റേഷനുകളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതി വിസ്ഡം ബാങ്ക്. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവ സമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പദ്ധതിയാണ് വിസ്ഡം ബാങ്ക്. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടേജ് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടേജ് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 2025 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച FHI ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് സൂചികയിൽ 1ാം സ്ഥാനം നേടിയത് ഒഡീഷ. 2025 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഫിസ്ക്കൽ
ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യയാണ് ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം UK ഏത് രാജ്യത്തിനാണ് കൈമാറിയത്? മൗറീഷ്യസ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം UK മൗറീഷ്യസിനാണ് കൈമാറിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.